മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിൽ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ ഹിയറിംഗ് ഈ മാസം പൂർത്തിയാകും. 1948 ആധാരമടക്കമുള്ള രേഖകളാണ് മുനമ്പത്തേത് വഖഫ് ഭൂമി എന്നതിന് തെളിവായി ഭൂസമരസമിതി കമ്മീഷന് മുന്നിൽ നൽകിയിട്ടുള്ളത്. ഫെബ്രുവരിയിൽ തന്നെ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. മുനമ്പത്തെ താമസക്കാർ കുടിയേറ്റക്കാരല്ലെന്നും തീറാധാരം വാങ്ങി എല്ലാ റവന്യൂ അവകാശങ്ങളോടും കൂടി 33 വർഷത്തിലധികമായി താമസിക്കുന്നവരാണെന്നുമുള്ള വാദമാണ് മുനമ്പം ജനത ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ സമർത്ഥിക്കുന്നത്. അതിനുള്ള പ്രധാന തെളിവായി 1948 ആധാരമാണ് കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയിട്ടുള്ളത്. കമ്മീഷനും ഇതിനെ പ്രധാന രേഖയായി കണ്ടു മുന്നോട്ടു പോകാനാണ് സാധ്യത. വഖഫ് ചെയ്ത വ്യക്തിയുടെ ഇസ്ലാമികമായ ഉദ്ദേശശുദ്ധിയെ മാനിക്കണമെന്നും 404.76 ഏക്കർ വഖഫ് ഭൂമി ഡിജിറ്റൽ സർവേയിലൂടെ അളന്ന് തിട്ടപ്പെടുത്തണമെന്നുമാണ് വഖഫ് നിയമത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. എന്നാൽ പ്രധാന തെളിവായി കണക്കാക്കുന്ന ആധാരത്തെ തന്നെ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കാമെന്നിരിക്കെ ആ വാദമുഖങ്ങളും കമ്മീഷൻ റിപ്പോർട്ടിനെ സ്വാധീനിച്ചേക്കും. ഈ മാസം 23-നാണ് അടുത്ത സിറ്റിംഗ്. അന്നത്തോടെ സിറ്റിംഗ് പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാമെന്നാണ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരുടെ പ്രതീക്ഷ. റിപ്പോർട്ടിന്മേൽ സർക്കാർ കൈക്കൊള്ളുന്ന നടപടിയും വഖഫ് ട്രിബ്യൂണൽ നൽകുന്ന പരിഗണനയും മുനമ്പത്തെ വഖഫ് വിഷയത്തിൽ നിർണായകമാകും. ഇതേസമയം വഖഫ് നിയമ ഭേദഗതിയാണ് വഖഫ് അധിനിവേശത്തെ ചെറുക്കാനുള്ള ഉചിതമായ പ്രതിവിധി എന്ന നിഗമനമാണ് നിയമവിദഗ്ധർക്കടക്കമുള്ളത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.